കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിൽ ഐസക് കൂടിയുണ്ട്. സുനിൽ, അങ്ങനെ കേരളം കാത്തിരിക്കുകയാണ് ആരാണ് ആ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇവിടെ പ്രകടനങ്ങളുണ്ട്, പലർ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇവിടെ പയറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് ഹൈക്കമാൻഡിന്റേതാണ്. അപ്പോൾ ആ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കാനാണോ കേരളത്തിലെ നേതാക്കളുടെയും അണികളുടെയും തീരുമാനം? ജിൽസി, ചർച്ച ഡൽഹിയിലാണെങ്കിലും നെഞ്ചിടിപ്പും ആകാംക്ഷയും മുഴുവൻ കേരളത്തിലാണ്. ഓരോ നേതാക്കളുടെയും അണികൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ അവരുടേതായ ക്ലെയിമുകളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. അതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്ത് എന്ന ചോദ്യത്തിന് സത്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഇവിടെ നിന്ന് ആർക്കും നൽകാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സുമോദ് വിശദീകരിച്ചതുപോലെ ഓരോരുത്തർക്കുമുണ്ട് അവരുടെ അവകാശവാദങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടാലും അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുരണനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതായത് ആരെങ്കിലും മുഖ്യമന്ത്രിയായാൽ മറുവിഭാഗത്തെ അവരുടെ അണികൾ അവർ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധവുമായി എത്തുമോ എന്നുള്ള ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് വി ഡി സതീശനെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ വി ഡി സതീശന് കൂടി ആപ്റ്റായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് അയച്ചൊരു PR ഏജൻസി നൽകിയിട്ടുണ്ട്. AICC എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിനൊപ്പം ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം പോവാൻ എന്ന ഒരു നിലപാട് പല നേതാക്കളും കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു. അല്പസമയം മുമ്പ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു ഒറ്റ കക്ഷി മുന്നണിയല്ല, ഒറ്റ കക്ഷി മന്ത്രിസഭയല്ല കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു, അതൊരു മുന്നണി മന്ത്രിസഭയാണ്. സ്വാഭാവികമായും മുന്നണികളുടെ കൂടി മനസ്സിൽ എന്താണെന്ന് അറിയണം. സീനിയോറിറ്റി ഒന്നുമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജനപിന്തുണയും ഒപ്പം ഈ ഘടകകക്ഷി നേതാക്കളുടെ ആവശ്യങ്ങളുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടി ചേർത്ത് വായിച്ചുകൊണ്ട് വേണം ഒരു ഉചിതമായ നടപടി ഹൈക്കമാൻഡ് എടുക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വി ഡി സതീശന് കൃത്യമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സീനിയോറിറ്റിയും ഒപ്പം MLA മാരുടെ പിന്തുണയും ഹൈക്കമാൻഡുമായുള്ള ബന്ധവും അടക്കം KC-ക്കും RC-ക്കും ഒക്കെ ഗുണം ചെയ്യുമെന്ന തരത്തിലുള്ള അവരുടെ അണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് അണികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്ക് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട്. കാരണം ഇത് നിലവിൽ ലഭിച്ചിട്ടുള്ള ഒരു മേൽക്കൈയുടെ മെറിറ്റിനെ, അതിന്റെ പൊലിമ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. തീരുമാനത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളെ വലിച്ചു നീട്ടി കൊണ്ടുപോകരുതെന്നാണ് ഘടകകക്ഷികളുടെയും ആവശ്യം. എന്തായാലും ഇന്നോ നാളെയോ ഒക്കെ ആയി തീരുമാനമായില്ലെങ്കിൽ അത് പരസ്യമായി അവർ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകും എന്നാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകും. ജനം നൽകിയ മഹാവിജയത്തിന്റെ പകിട്ടിന് മങ്ങലേൽക്കാത്ത രീതിയിൽ വലിച്ചു നീട്ടാതെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ശ്രമം തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക്കും ധനസുമോദും നൽകിയത്.